സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ചേർന്നാണ് അദ്ദേഹത്തെ രാവിലെ 8 മണിക്ക് നെടുങ്കണ്ടം വിമാനത്താവളത്തിൽ സ്വീകരിച്ചത്. 16-ാം തീയതി ഈ മാസം 16-ാം തീയതി വരെ കേരളത്തിൽ തങ്ങുന്ന അദ്ദേഹം വിവിധ നേതാക്കന്മാരും സഭാ അധ്യക്ഷന്മാരുമായി ഒക്കെ ചർച്ച നടത്തും എന്നാണ് അറിയുന്നത്. 16-ന് ചെന്നൈക്ക് പോകുന്ന അദ്ദേഹം അവിടെ നിന്ന് 17-ന് ഡൽഹിക്കും ക്ഷണിക്കും. ഡൽഹിയിൽ വെച്ച് രാഷ്ട്രപതി, പ്രധാനമന്ത്രി, കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി എന്നിവരുമായും പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവ ചർച്ചകൾ നടത്തും. 19-ന് മാത്രമേ, ഈ മാസം 19-ാം തീയതി മാത്രമേ അദ്ദേഹം ലെബനിലേക്ക് തിരികെ പോവുകയുള്ളൂ. ഇന്നലെ ലെബനിൽ തിരിച്ച അദ്ദേഹം ഇന്ന് രാവിലെ 8 മണിക്ക് തന്നെ കൃത്യം 8 മണിക്ക് തന്നെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇറങ്ങുകയുണ്ടായി. അല്പസമയത്തിനകം പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവ വിമാനത്താവളത്തിന് പുറത്തേക്ക് നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത് പോലെ അദ്ദേഹം വിമാനത്താവളത്തിന് പുറത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചുവെങ്കിലും ഇപ്പോൾ അദ്ദേഹം വിമാനത്താവളത്തിന് പുറത്തേക്ക് 100 വിശ്വാസികളാണ് പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യം വിളികളുമായി വിമാനത്താവളത്തിന് പുറത്ത് കാത്തു നിൽക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാവുന്നത് പോലെ പാത്രിയാർക്കീസ് ബാവ വിമാനത്താവളത്തിന് പുറത്തേക്ക് വിശ്വാസികൾ എല്ലാവരും തന്നെ ആകാംക്ഷയോടെയും ബഹുമാനത്തോടെയും അദ്ദേഹത്തെ പ്രകീർത്തിച്ചുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് വിമാനത്താവളത്തിന് പുറത്ത് പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവയെ സ്വീകരിക്കാനായി കാത്തു നിൽക്കുകയാണ്. ഇവിടെ നിന്നും നേരെ സഭാ ആസ്ഥാനമായ പുത്തൻകുരിശിലേക്കായിരിക്കും പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവ പോവുക. പ്രത്യേകം തയ്യാറാക്കി ഇവിടെ ഒരുക്കിയിട്ടുള്ള വാഹനത്തിൽ അദ്ദേഹം നേരിട്ട് പുത്തൻകുരിശിലേക്കായിരിക്കും യാത്ര തിരിക്കുക. പുത്തൻകുരിശിൽ വിവിധ പരിപാടികൾ അദ്ദേഹം വിവിധ പരിപാടികളിലാണ് അദ്ദേഹം പങ്കെടുക്കുക. ആദ്യം വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യും. അതിനുശേഷം മാധ്യമപ്രവർത്തകരെ കാണും. വൈകിട്ട് കരിഞ്ഞാച്ചിറ സെന്റ് ജോർജ് പള്ളിയിൽ യാക്കോബായ സഭ എപ്പിസ്കോപ്പൽ സിനോഡോസിൽ പങ്കെടുക്കും. അതിനുശേഷം നാളെ ആണ് അദ്ദേഹത്തിന് സഭാ അടിസ്ഥാനത്തിലുള്ള പ്രധാന സ്വീകരണ ചടങ്ങ് കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ ഒരുക്കിയിട്ടുള്ള വൈകിട്ട് 4-ന് പേര് നെഹ്റു സ്റ്റേഡിയത്തിൽ ഒരുക്കിയിട്ടുള്ള വൻ സ്വീകരണത്തിൽ ശ്രേഷ്ഠ ബസേലിയസ് തോമസ് പ്രഥമൻ കാത്തോലിക്ക ബാവയായിരിക്കും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെയായിരിക്കും ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. ഇന്ന് രാവിലെ 8 മണിക്ക് വിമാനത്താവളത്തിൽ